ലീഡർ കെ കരുണാകരന് ശേഷം ഗുരുവായൂർ ക്ഷേത്രനടയിൽ ദർശനം നടത്തുന്ന ആദ്യത്തെ കേരള മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ. കരുണാകരന് ശേഷം ഇ.കെ. നായനാരും വി.എസ്. അച്യുതാനന്ദനും പിണറായി വിജയനും ഉമ്മൻചാണ്ടിയും എ.കെ. ആന്റണിയുമായിരുന്നു മുഖ്യമന്ത്രിമാരായിട്ടുള്ളത്. ഇവരാരും ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തിയിട്ടില്ല. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായി ഗുരുവായൂരിലെത്തിയ വി.ഡി. സതീശനെ കാണാൻ ക്ഷേത്രത്തിനകത്തും പുറത്തുമായി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് തടിച്ചുകൂടിയത്. ആർപ്പു വിളിച്ചും കരഘോഷം മുഴക്കിയും ഭക്തർ പുതിയ മുഖ്യമന്ത്രിയോടുള്ള തങ്ങളുടെ സ്നേഹവും ആദരവും പ്രകടിപ്പിച്ചു. കൃഷ്ണനെ തൊഴുതു പ്രാർത്ഥിച്ച മുഖ്യമന്ത്രി വെണ്ണ കൊണ്ട് തുലാഭാര വഴിപാടും നടത്തിയാണ് മടങ്ങിയത്. തടിച്ചുകൂടിയ ജനക്കൂട്ടത്തെയും പാർട്ടി അണികളെയും ആവേശത്തിലാഴ്ത്തിക്കൊണ്ട് ഗുരുവായൂരിന്റെ മനസ്സ് കീഴടക്കി സതീശൻ. സൈബർ ഇടങ്ങളിലെ അണികളുടെ ഭാഷയിൽ പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ പൂക്കിയ മുഖ്യമന്ത്രിയായി മാറുന്ന കാഴ്ചയ്ക്കാണ് ആ സമയം ക്ഷേത്ര നഗരി സാക്ഷ്യം വഹിച്ചത്. ഞായറാഴ്ച രാവിലെ 6:40 മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഗുരുവായൂർ ശ്രീവത്സം ഗസ്റ്റ് ഹൌസിന് മുന്നിൽ കാറിലിറങ്ങിയത്. ക്ഷേത്ര നഗരിയിലെത്തിയ മുഖ്യമന്ത്രി ആദ്യം പങ്കെടുത്തത് തന്റെ മന്ത്രിസഭയിലെ റവന്യൂ മന്ത്രി എ.പി. അനിൽകുമാറിന്റെ മകന്റെ വിവാഹ ചടങ്ങിലായിരുന്നു. താലികെട്ട് കഴിഞ്ഞയുടൻ തന്നെ വധൂവരന്മാരെ പൊന്നാടയണിയിച്ച് ആശീർവദിച്ച അദ്ദേഹം അവർക്കൊപ്പം ചിത്രങ്ങൾ എടുത്ത ശേഷം 10 മിനിറ്റോളം അവിടെ ചെലവഴിച്ചു. കല്യാണ ഓഡിറ്റോറിയത്തിൽ സതീശൻ എത്തിയതോടെ വിവാഹത്തിനെത്തിയ അതിഥികളും നാട്ടുകാരും അദ്ദേഹത്തിന് ചുറ്റും കൂടുകയും സെൽഫിക്കായി തിരക്ക് കൂട്ടുകയും ചെയ്തു. അങ്ങനെ കല്യാണ വേദിയിലും ഒരു സൂപ്പർ ഹീറോ ഇമേജോടെയാണ് മുഖ്യമന്ത്രി തിളങ്ങിയത്. തുടർന്ന് 6:50 മുഖ്യമന്ത്രി ഗുരുവായൂർ ക്ഷേത്ര നടയിലേക്ക് നീങ്ങി. കിഴക്കേ ഗോപുര കവാടത്തിലെ ഡോർ മെറ്റൽ ഡിറ്റക്ടറിന് മുന്നിൽ വെച്ച് ഷർട്ട് മാറ്റി. പരമ്പരാഗത ശൈലിയിൽ കസവ് വേഷ്ടി ധരിച്ചാണ് അദ്ദേഹം അകത്തേക്ക് കയറിയത്. ക്ഷേത്രത്തിൽ ശീവേലി നടക്കുന്ന അതീവ മംഗളകരമായ സമയത്തായിരുന്നു മുഖ്യമന്ത്രിയുടെ ദർശനം. സോപാനത്തിന് മുൻപിൽ വച്ചാണ് ഭഗവാന് വെണ്ണയും കദളിപ്പഴവും സമർപ്പിച്ച അദ്ദേഹം ദീർഘനേരം കൈകൂപ്പി പ്രാർത്ഥിച്ചത്. മേൽശാന്തിയിൽ നിന്ന് ഭക്തർക്കൊപ്പം പ്രസാദവും സ്വീകരിച്ചു. ഭഗവത് ദർശനത്തിന് ശേഷം ക്ഷേത്രത്തിനകത്ത് വെച്ച് വെണ്ണയും തീർത്ഥവും കൊണ്ടുള്ള പ്രത്യേക തുലാഭാര വഴിപാടാണ് മുഖ്യമന്ത്രി നടത്തിയത്. വി.ഡി. സതീശന്റെ ശരീരഭാരത്തിന് തൂക്കമായി 71 കിലോഗ്രാം വെണ്ണയാണ് തുലാഭാരത്തിനായി വേണ്ടിവന്നത്. മാസത്തിലൊരിക്കൽ ഗുരുവായൂരപ്പനെ ദർശിക്കുന്നത് പതിവാക്കിയ കടുത്ത കൃഷ്ണഭക്തൻ കൂടിയാണ് വി.ഡി. സതീശൻ. 7:35 ക്ഷേത്രത്തിന് പുറത്തു കടന്ന അദ്ദേഹം കിഴക്കേ നടയിലെ ഗണപതി കോവിലിൽ നാളികേരമുടച്ച് പ്രാർത്ഥിച്ചു. ശ്രീവത്സം ഗസ്റ്റ് ഹൌസ് പരിസരത്ത് വെച്ച് തൃശൂർ ജില്ലാ കളക്ടർ ശിഖ, ദേവസ്വം ചെയർമാൻ വി.കെ. ഗോപിനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ ഒ.ബി. അരുൺകുമാർ എന്നിവർ ചേർന്നാണ് മുഖ്യമന്ത്രിയെ ഔദ്യോഗികമായി സ്വീകരിച്ചത്. ദേവസ്വം ചെയർമാൻ എ.വി. ഗോപിനാഥ് മുഖ്യമന്ത്രിയെ പൊന്നാടയണിയിച്ച് വരവേറ്റു. കെ. കരുണാകരന്റെ കാലത്തിനു ശേഷം ഒരു മുഖ്യമന്ത്രിക്ക് ഗുരുവായൂർ ക്ഷേത്ര നടയിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ജനകീയ സ്വീകരണത്തിനാണ് ഞായറാഴ്ച ഗുരുവായൂർ സാക്ഷ്യം വഹിച്ചത്. ഗുരുവായൂരിലെ ദർശനത്തിന് ശേഷം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നേരെ പോയത് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. രാവിലെ 8:30 തൃപ്രയാറിലെത്തിയ മുഖ്യമന്ത്രിയെ ദേവസ്വം കമ്മീഷണർ എം. മനോജ് കുമാർ, ക്ഷേത്രം മാനേജർ വി.എൻ. ഹരിഹര ഭട്ട് എന്നിവരുടെ നേതൃത്വത്തിൽ പൂർണ്ണകുംഭം നൽകി അതീവ ആദരവോടെ സ്വീകരിച്ചു. കെ. കരുണാകരന്റെ വ്യക്തിമുദ്ര പതിഞ്ഞ തൃപ്രയാർ ക്ഷേത്രത്തിലും മുഖ്യമന്ത്രിക്ക് വലിയ സ്വീകരണമാണ് ഒരുക്കിയിരുന്നത്. തൃപ്രയാറപ്പന്റെ നടയിൽ കദളിക്കുല സമർപ്പിച്ച് പ്രാർത്ഥിച്ച മുഖ്യമന്ത്രി തന്റെയും സർക്കാരിന്റെയും ഐശ്വര്യത്തിനായി വലിയ വഴിപാടുകളാണ് ക്ഷേത്രത്തിൽ നടത്തിയത്. തൃപ്രയാറിലെ പ്രശസ്തമായ മീനൂട്ട് വഴിപാട് അദ്ദേഹം നേരിട്ട് നിർവഹിച്ചു. ഇതിനു പുറമെ ഭഗവാന് 101 വെടിവഴിപാടും വെള്ളിക്കുടത്തിൽ നെയ്യ് സമർപ്പണം തുടങ്ങിയ പ്രധാന വഴിപാടുകളും കഴിച്ച ശേഷമാണ് അദ്ദേഹം തൃപ്രയാർ ക്ഷേത്ര നടയിൽ നിന്ന് മടങ്ങിയത്.